മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, വാക്കുകൾക്ക് ഒരാളെ സന്തോഷിപ്പിക്കാനും സുഖപ്പെടുത്തുവാനും വേദനിപ്പിക്കാനും ഒരു ബന്ധം ഇല്ലാതാക്കുവാനുമുള്ള ശക്തിയുണ്ട്. അതിനാൽ വാക്കുകൾ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക. ജീവനും ജീവിതവും കൊടുത്തിട്ടും മനസ്സിലാക്കാൻ കഴിയാത്തവരോട് പരിഗണനയ്ക്ക് വേണ്ടി ഒരിക്കലും യാചിക്കാൻ പോകരുത്. ഭക്തരെ, ലക്ഷ്യങ്ങൾ സംസാരിച്ചിരിക്കാനുള്ളതല്ല, പരിശ്രമിച്ചു നേടിയെടുക്കാനുള്ളതാണ്. പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് നേടുന്ന വിജയമാണ് സ്ഥിരത കൈവരിക്കുന്നത്. വിജയത്തിൻ്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാവാത്തതുപോലെ പ്രശ്നങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല. ഭക്തരെ, വീഴ്ചകൾ പറ്റാതിരിക്കുന്നതിലല്ല, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ് മാഹാത്മ്യം. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നതെന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. ഭക്തരെ, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. മനുഷ്യൻ്റെ അമിത ചിന്ത ഇല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. എന്ത് സംസാരിക്കണം എന്നത് അറിവാണ്. എപ്പോൾ സംസാരിക്കണം എന്നത് ബുദ്ധിയാണ്. ഒരാളോട് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടത് സമയമല്ല, മനസ്സാണ്. ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവ പാഠങ്ങളിൽ നിന്ന് ഉയർത്തെണീക്കുക. ഇതുവരെ മറ്റാരും കണ്ടിട്ടില്ലാത്ത ശക്തനായ വ്യക്തിയായി മാറുക. പിന്നെ മറ്റൊരാൾക്കും നിങ്ങളെ മാനസികമായി തളർത്താൻ കഴിയില്ല. ജീവിതം പൊരുതി നേടിയെടുക്കുക. ആരും കാണാതെ നിങ്ങൾ കരഞ്ഞതിനുള്ള മറുപടി എല്ലാവരും കാണെ ദൈവം നിങ്ങൾക്ക് തരും. ഭക്തരെ, നിങ്ങളെ ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരാളോട് വാക്കുകൾ കൊണ്ട് പൊരുതുന്നതിലും നല്ലത് മൗനമാണ്. പിന്നെയും പിന്നെയും സംസാരിക്കാൻ ശ്രമിച്ച് കോപത്തിൻ്റെ ആഴം കൂട്ടാമെന്നല്ലാതെ നിങ്ങൾ പറയുന്നതെന്തും ആർക്കും മനസ്സിലായി എന്ന് വരില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.